അധൈനമനുശാസ്തി എന്ന വിധിക്കു തക്കവണ്ണം അധ്വര്യു ദീക്ഷാപാതകങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിച്ച് ദീക്ഷണീയഷ്ടിജന്യമായി ദീക്ഷാഖ്യമായിരിപ്പോഴും അപൂർവത്തെ ആത്മാവിൽ സമ്പാദിച്ചിരിക്കുന്ന ഭവാനോട് തൽപരിപാലനത്തിനായിക്കൊണ്ട് ദീക്ഷിതധർമ്മങ്ങളായിരിക്കുന്ന യമനിയമങ്ങളെ അനുശാസിക്ക ചെയ്തത് എന്നു തുടങ്ങിയ പ്രശ്നം കൊണ്ട് അവയെ കേൾപ്പാൻ സാവധാനത ഉണ്ടാക്കുവാനായിക്കൊണ്ട് തദ്യോഗ്യതാപ്രാപ്തി ഉണ്ടായതിനെ ബോധിപ്പിക്കുന്നു. ദീക്ഷിതോസി എന്നതുകൊണ്ട് ഹേ യജമാന, ഭവാനിപ്പോൾ ദീക്ഷിതനായി ഭവിക്കുന്നു. അതാതിനു വേണ്ടുന്ന യമനിയമങ്ങളെ പരിഗ്രഹിക്കേണ്ടോ ദീക്ഷാധാതുവിന് അർത്ഥമാകുന്നത്. ദീക്ഷാചക്രത്വംഗഭൂത യമനിയമസംഗ്രഹ വർജനീയങ്ങളെ വർദ്ധിക്ക യമമാകുന്നത് കർത്തവ്യങ്ങളെ വഴിപോലെ അനുഷ്ഠിക്കുക നിയമമാകുന്നത്. അവത്തെ പരിഗ്രഹിക്ക, അവറ്റിങ്കൽ ഉദ്യുക്തനായി ചമയുക. പിന്നെ ദീ എന്നതുകൊണ്ട് ദിവ്യഭാവത്തെ ദാനം ചെയ്യുക എന്നും ക്ഷ എന്നതുകൊണ്ട് ദുരിതത്തെ ക്ഷയിപ്പിക്കുക എന്നുമല്ലോ. ദദ്യാച്ച ദിവ്യഭാവം ക്ഷീണുയാ ദുരിതാന്യതോ ഭവേത് ദീക്ഷ. ഇങ്ങനെ ഈ ദീക്ഷാ സംസ്കാരം കൊണ്ട് ആത്മാവിന് പ്രതിഫലാവാപ്തിക്കു വേണ്ടും ശുദ്ധി വരുമ്പോൾ ആത്മാധീനങ്ങളായിരിക്കുന്ന വാഗാദി ഇന്ദ്രിയങ്ങൾക്കും തദഭിമാനികളായിരിക്കുന്ന ഇന്ദ്രാദി ദേവതകൾക്കും ദേഹേന്ദ്രിയ പ്രവൃത്തി ഹേതുവായിരിക്കുന്ന പ്രാണവായുവിനും കൂടെ ശുദ്ധി വന്ന് പ്രതൂദ്യുക്തത്വം ഉണ്ടാകയാൽ പ്രതുയോഗ്യത്വം പൂർണ്ണമായി ചമയും താനും. ദ്വിജന് ഈ യജ്ഞദീക്ഷയെങ്കിൽ തൃതീയ ജന്മമെന്നു ചൊല്ലുന്നു. മാതുരഗ്രേധിജനനം ദ്വിതീയം മൗന്തിബന്ധനെ തൃതീയം യജ്ഞദീക്ഷായാം ദ്വിജസ്യ വിധിചോദിതം. ഇങ്ങനെ ഇപ്പോൾ ഗർഭരൂപേണ ജനിച്ചതേ ഉള്ളൂ. ദേഹത്തിന്റെ ഗർഭാവസ്ഥ ദീക്ഷയാകുന്നതെന്നും അത് കർത്തൃത്വത്തോളമാകുന്നു എന്നെല്ലാം കേൾപ്പാനുണ്ട്. അവിടെ അഭിരഭിഷേചനം ഏതസ്സേചനമെന്നും ദീക്ഷിത വിവിധ പ്രാപ്തി ഗർഭാശയ പ്രവേശമെന്നും മുക്തീകരണമെല്ലാം ഗർഭസ്വഭാവമെന്നും കൃഷ്ണാജിനവാസസ്സുകൾ ജരായുർഭങ്ങളാകുന്ന ബാഹ്യാന്തര ആവരണങ്ങളെന്നും അവഭൃതത്തിങ്കൽ കൃഷ്ണാജിനമാകുന്ന ജരായുവിനെ ഉന്മോചിച്ച് വാസസ്സാകുന്ന ഉൽബത്തോടുകൂടി ജനിക്കുന്നു എന്നും പ്രതിപാദിതമായി. സഹൈവ വാസസാഭ്യവൈതി തസ്മാത് സഹൈവോൽപേന കുമാരോ ജായതേ ഗർഭോ വാ ഏഷയദീക്ഷിത എന്നെല്ലാം ഉണ്ടാകയാൽ യജ്ഞദീക്ഷയെങ്കിൽ ദ്വിജൻ ദേവത്വോദിതനായിട്ട് മൂന്നാമത് ജനിക്കുന്നു എന്നും വന്നുകൂടി. പിന്നെ ദ്യോവിങ്കൽക്ഷിതനായവൻ ദീക്ഷിതൻ എന്നും ദിക്കുകളാലീക്ഷിതനായവൻ ദീക്ഷിതൻ എന്നും രണ്ടു പ്രകാരമല്ലോ. ദിഗ്വാസികളായിരിക്കുന്ന ദേവതകൾ ഇവിടെ ദേവതാ പരിഗ്രഹം കൊണ്ട് പരിഗ്രഹീതകളായിരിക്കുന്ന എല്ലാ ദിക്കുകളിലെയും ദേവതകളൊക്കെ ഇവൻ നമുക്ക് സോമപശ്വാദ്യ ചരുപുരോടാശാദികളെയൊക്കെ ദാനം ചെയ്യുവാൻ തുടങ്ങുന്നു എന്നുള്ള കൗതുകാതിശയത്തോടുകൂടി ഈ ദീക്ഷമാണനായിരിക്കുന്നവനെ ഈക്ഷിക്കുന്നു. ഇവിടെ സപ്തഹോതൃഹോമം തുടങ്ങി ദീക്ഷിതാവേദനം കഴിവോളമുള്ളവ ദീക്ഷാകർമ്മങ്ങളാകുന്നത്. ആദിങ്കലിവിടെ നാന്ദിമുഖമല്ലോ ചെയ്തത്. അത് മംഗളാർത്ഥത്വേന കർത്തംഗമത്രേ. പിന്നെ സ്നാനഭവന ആചമന പുണ്യാഹങ്ങൾ കർത്തൃസംസ്കാരങ്ങളാകുന്നു. സ്നാനം ച പവനം ചൈവ മന്ത്രാചമനമേവ ച
മന്ത്രപ്രോക്ഷണമിത്യേതൈ കർത്താ സംസ്കാര്യ ആദിത എന്നുണ്ട്. പിന്നെ ശ്രദ്ധാക്വാനാഭൂത്യാവേദന ഫലസങ്കല്പങ്ങളും ഋത്വിഗ്വരണ ദേവയജനാധ്യവസാനാദികളും ക്രതുസംബന്ധികളത്രേ. പിന്നെ ദീക്ഷിഷ്യമാണ സപ്തഹോതാരം മനസാനുധൃത്യാഹവനീയേ ജുഹുയാൽ എന്ന ശ്രുതി അനുസരിച്ച് സപ്തഹോതൃഹോമം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളത്രേ ദീക്ഷാപാതകങ്ങളാവുന്നത്. വൈഷ്ണവമേകാദശകപാലം നിരുപപതി ദീക്ഷിഷ്യമാണ എന്ന് വിധിച്ചിരിക്കുന്ന ദീക്ഷണീയേഷ്ടി ഈ ദീക്ഷാഖ്യ സംസ്കാരത്തിന് സാക്ഷാൽ ഉത്പത്തി സാധനമാകുന്നത്. കൃഷ്ണാജിനേന ദീക്ഷയതി ദണ്ഡേന ദീക്ഷയതി എന്നെല്ലാം ഉണ്ടെങ്കിലും അവകൾ ഇഷ്ട്യാദികളെ പോലെ ക്രിയാരൂപങ്ങളല്ലായക കൊണ്ട് ദീക്ഷോത്പാദകങ്ങളല്ല. ഇഷ്ടിയുടെ ശേഷം ക്രിയാരൂപങ്ങളായുള്ള ദീക്ഷാഹുത്യാദികളും ഇഷ്ടി കൊണ്ട് ഉത്പാദിതയായിരിക്കുന്ന ദീക്ഷിതത്വത്തിന് ഒരതിശയ വിശേഷത്തെ വരുത്തുന്നവയത്രേ. ആകയാൽ ദീക്ഷണീയേഷ്ട്യന്തത്തിങ്കൽ തന്നെ ദീക്ഷിതനായി ദീക്ഷിതാവേദനം കഴിഞ്ഞപ്പോൾ പിന്നെ ചിഹ്നങ്ങളെല്ലാം ഉണ്ടായി പൂർണ്ണത വരികയും ചെയ്തു. ഉക്തപ്രകാരേണ ക്രതുയോഗ്യതാപ്രാപ്തി ദീക്ഷയാകുന്നത് എന്ന് പറഞ്ഞുവല്ലോ. ഇവിടെ അഗ്നിഷ്ടോമമാകുന്ന ക്രതുവല്ലോ പ്രാരബ്ധമായത്. ക്രതു എന്നാൽ സോമയാഗം. ഇതിൽ 3 സവനങ്ങളിലുള്ള സോമാഹുതികളല്ലോ പ്രധാനമാകുന്നത്. ഇത് ഒരഹസ് കൊണ്ട് കഴിക്കയാൽ ഏകാഹങ്ങളിൽ കൂടുന്നു. മറ്റുള്ള ക്രിയകളൊക്കെ ഈ സോമാഹുതിയുടെ അംഗങ്ങളത്രേ. അംഗങ്ങൾ 3 പ്രകാരമാകുന്നു. സന്നിപത്യോപകാരകങ്ങളും ആരാധുപകാരകങ്ങളും പ്രതിപത്തി കർമ്മങ്ങളും. ഇതിൽ ഒരഹസ്സുകൊണ്ട് ഇവിടെ ദൃഷ്ടരൂപമായി ഇട്ടുതാൻ അദൃഷ്ടരൂപമായി ഇട്ടുതാൻ സംസ്കാരത്തെ ഉണ്ടാക്കിയിട്ട് പ്രധാനത്തിങ്കലേക്ക് ഉപകരിക്കുന്നവ സന്നിപത്യോപകാരകങ്ങൾ. യാതൊരു പ്രകാരം അവഘാത പ്രോക്ഷണാദികൾ നേരെ തന്നെ ക്രതുപൂർത്തിങ്കലുപകരിക്കുന്നവ ആരാധുപകാരകങ്ങൾ. യാതൊരു പ്രകാരം പ്രയാജാദികൾ കർമ്മോപയുക്തങ്ങളായിരിക്കുന്ന വസ്തുക്കളുടെ പിന്നെയുള്ള പരിത്യാഗവിശേഷം കൊണ്ട് നടേ അതിനു തന്നെ പരിപൂർണത വരുത്തിയിട്ടുപകരിക്കുന്നവ പ്രതിപത്തി കർമ്മങ്ങൾ. യാതൊരു പ്രകാരം പരിധിപ്രക്ഷേപാദികൾ. ഇവിടെ സ്നാനഭവനാദികൾ, വരണം, ഹോതൃഹോമം, കൂഷ്മാണ്ഡഹോമം, അശനം, അപ്സുദീക്ഷ, ദീക്ഷണീയേഷ്ടി ഇവ പുരുഷ സംസ്കാരദ്വാരാ സന്നിപത്യോപകാരകങ്ങൾ. ഈ വണ്ണം ക്രയണ അപ്യേന അഭിഷവഗ്രഹണാദികൾ സോമസംസ്കാരമായിട്ടും വേദീകരണം, അഗ്നിപ്രണയനം ഇവ അഗ്നിസംസ്കാരമായിട്ടും സന്നിപത്യോപകാരകങ്ങൾ. ദക്ഷിണ ഋത്വിഗ്വരണദ്വാരാ സന്നിപത്യോപകാരകങ്ങൾ. ഈ വണ്ണം പ്രവർഗ്യോപസത്തുക്കൾ, അഗ്നീഷോമീയം പശു, 12 സ്തോത്രശസ്ത്രങ്ങൾ ഇവ ആരാധുപകാരകങ്ങൾ. പ്രാശനാദികളും അവഭൃതത്തിങ്കലെ ഋജീഷക്ഷേപണാദികളും പ്രതിപത്തി കർമ്മങ്ങൾ. ഇവിടെയുള്ള ഇഷ്ടിപശ്വാദികളിലെ അംഗകലാപങ്ങൾ സോമയാഗത്തെ കുറിച്ച് ഉപാംഗങ്ങളുമാകുന്നു.
ഇപ്രകാരമെല്ലാമുള്ള ഈ അഗ്നിഷ്ടോമത്തിങ്കൽ ദീക്ഷോപസത്തുക്കൾക്ക് പല പ്രകാരം ദിവസസംഖ്യാവികല്പമുണ്ടെങ്കിലും ഏകദീക്ഷമായി ത്രിപസർഗമായി ഏകസുത്യമായിട്ടല്ലോ ഇവിടെ ആരബ്ധമായത്. പിന്നെ പ്രഥമയജ്ഞമാകൊണ്ട് ഇത് രഥന്തര പൃഷ്ഠമായിട്ടാകുന്നു. മാധ്യന്തിന സമനത്തിൽ മരുത്വതീയ ശസ്ത്രത്തിന്റെ ശേഷം പൃഷ്ഠമാകുന്നു. അഥരഥന്തരം ബൃഹത്വം പൃഷ്ഠം എന്നെല്ലാം ഉണ്ടാകൊണ്ട് രഥന്തര പൃഷ്ഠമായിട്ടും ബൃഹത് പൃഷ്ഠമായിട്ടുമാം ഈ അഗ്നിഷ്ടോമം. എങ്കിലും പ്രഥമ സോമയാഗത്തിങ്കൽ രഥന്തര പൃഷ്ഠമായിട്ടേ ആവൂ. ഈ അഗ്നിഷ്ടോമം സപ്തസംസ്ഥായുക്തമായിരിക്കുന്ന ജ്യോതിഷ്ടോമത്തിന്റെ മുമ്പിലെ സംസ്ഥയാകുന്നു താനും. ജ്യോതിഷ്ടോമത്തിന് 7 സംസ്ഥകളാകുന്നു. അഗ്നിഷ്ടോമോത്യഗ്നിഷ്ടോമ ഉക്ഷ്യഷോഡശീ വാജപേയോതിരാത്രോക്തോര്യാമ ഇതി സപ്തസോമ സംസ്ഥാ. ഇവിടെ യജ്ഞപ്രകാശകത്വം കൊണ്ട് ജ്യോതിസംജ്ഞകളായിരിക്കുന്ന ത്രിവൃതാദി സ്തോമങ്ങളാകൊണ്ട് ഇവ 7നും ജ്യോതിഷ്ടോമ സംജ്ഞയായി. ത്രിവൃത് പഞ്ചദശ സപ്തദശ ഏകവിംശ ഏതാനി വാവതാനി ജ്യോതിംഷി യ ഏതസ്യ സ്തോമാ എന്ന് ശ്രുതിയുണ്ടാകയാൽ ഈ 7ലും വെച്ച് നടയത്തെ സംസ്ഥയല്ലോ അഗ്നിഷ്ടോമമാകുന്നത്. സംസ്ഥ എന്ന് സമാപ്തിയെ ചൊല്ലുന്നു. ഇതിന് അഗ്നിസ്തുതിരൂപമായ യജ്ഞായജ്ഞീയം സാമത്തിങ്കൽ സ്തുതി സമാപ്തി ഉണ്ടാകൊണ്ട് ഇത് അഗ്നിഷ്ടോമ സംസ്ഥയായി. അവിടെ ഈ സാക്ഷാൽ അഗ്നിഷ്ടോമമാകുന്ന ജ്യോതിഷ്ടോമത്തെ സർവാംഗ പരിപൂർണമായി മുമ്പിൽ വിധിച്ചിട്ട് പിന്നെ ഓരോരോ ഫലഭേദങ്ങൾക്കായിക്കൊണ്ട് സമാന സംസ്ഥാന്തരങ്ങളെ വിധിക്കുന്നു. ആകയാൽ ഈ അഗ്നിഷ്ടോമം തന്നെ അത്രേ സാക്ഷാൽ ജ്യോതിഷ്ടോമമാകുന്നത്. വസന്തേ വസന്തേ ജ്യോതിഷായ ചേത എന്നിടത്തെല്ലാം നാമൈകദേശഗ്രഹണം കൊണ്ട് ജ്യോതിസ് എന്നു തന്നെയും ചൊല്ലാം. അപ്രകാരമെല്ലാമുള്ള ഈ ജ്യോതിഷ്ടോമത്തെ പിന്നെ തന്റെ സംസ്ഥാന്തരങ്ങൾക്കും ഏകാഹീന സത്രഭേദേന സഹസ്ര സംവത്സര പര്യന്തങ്ങളായ മറ്റുള്ള സോമയാഗ പ്രപഞ്ചങ്ങൾക്കുമൊക്കെ മൂലപ്രകൃതിയാകുന്നത്. ഇവിടെ ത്രിവിധങ്ങളായിട്ടല്ലോ സോമയാഗങ്ങളുള്ളൂ. ഒരഹസ്യങ്ങൾ തന്നെ സവനത്രയത്തെ കൊണ്ട് നിഷ്പാദ്യങ്ങളായിരിക്കുന്നവ ഏകാഹങ്ങൾ. ദ്വിരാത്രം തുടങ്ങി ഏകാദശരാത്ര പര്യന്തങ്ങൾ അഹീനങ്ങൾ. ദ്വാദശാഹം തുടങ്ങി സഹസ്ര സംവത്സര പര്യന്തങ്ങൾ സത്രങ്ങൾ. ഇവിടെ സത്രങ്ങൾ 2 പ്രകാരമല്ലോ, രാത്രി സത്രങ്ങളും സംവത്സര സത്രങ്ങളും. ദ്വാദശാഹം തുടങ്ങി ശതരാത്രത്തോളമുള്ളവ രാത്രി സത്രങ്ങൾ. ഗവാമയനം തുടങ്ങി വിശ്വസൃജാമയനാന്തങ്ങൾ സംവത്സര സത്രങ്ങൾ. ദർശപൂർണമാസാവിഷ്ടീനാം ഐന്ദ്രാഗ്നോ നിരൂഢ പശുബന്ധാനാം ജ്യോതിഷ്ടോമസോമാനാം ദ്വിരാത്രാഹീനാനാം ദ്വാദശാഹോഹർഗണാനാം ഗവാമയനം സംവത്സരികാണാം സത്രാണാം എന്നീ വചനങ്ങളാൽ ഇതിന് പ്രകൃതിത്വമുണ്ട്. പ്രകൃതിയെ ചെയ്ത് വികൃതികളെ ചെയ്യാവൂ. അഗ്നിഷ്ടോമോ ഹി യജ്ഞാനാമുഖം എന്നെല്ലാം ഉണ്ടാകയാൽ ഇതിനെ ചെയ്യാതെ മറ്റുള്ളവറ്റെ ചെയ്താൽ പ്രത്യവായമുണ്ട്. യജമാനോതിരാത്രേണ യജേത എന്ന് വിധിയുണ്ടാകയാൽ അതിരാത്രത്തെ മുമ്പിലായിട്ടും ചെയ്യാമെന്നുണ്ട്. എങ്കിലും
എങ്കിലും അനേക ശ്രുത്യനുസാരേണ അഗ്നിഷ്ടോമത്തെ തന്നെ ഇവിടെ മുമ്പിൽ അനുഷ്ഠിക്കുന്നു. ഈ യജ്ഞത്തിന് ത്രേതാഗ്നി സാധ്യത്വമുണ്ടാകയാൽ അഗ്നിൽപാദനമായ ആധാനത്തെ ഇതിനു മുൻപിൽ ചെയ്യണമെന്ന് വന്നുവല്ലോ. ക്രത്വനുഷ്ഠാനത്തിനു വേണ്ടും ധനമുണ്ടായില്ല എങ്കിലും ആധാനം നിത്യമാകൊണ്ട് അതിന് പ്രാപ്തി വരുമ്പോൾ തന്നെ ചെയ്യണം താനും. സർവസംസ്ഥാധികാരി സ്യാദ് അഹിതാഗ്നിർധനേ സതി ആദിധ്യാൻ നിർധനോപ്യഗ്നി നിത്യം പാപഭയാദ്വിജ എന്നുണ്ട്. പിന്നെ എന്ന് ശ്രുതിയുണ്ടാകയാൽ ദർശപൂർണമാസങ്ങളെ ചെയ്ത് സോമയാഗത്തെ ചെയ്യാവൂ. സോമേന യക്ഷ്യമാണോഗ്നിമാദധീത എന്നു വചനമുണ്ടാകയാൽ സോമാധാനമായിട്ടും ചെയ്യാം. ഇങ്ങനെ ഈ അഗ്നിഷ്ടോമത്തിന് ആധാനപൂർവകത്വമുണ്ടാകയാൽ ആധാനയുക്തന്മാരായവർക്കേ ഇതിങ്കൽ അധികാരമുള്ളൂ. ഏവം വിദ്വാൻ സോമേന യജതേ എന്ന് ശ്രുതിയനുസരിച്ച് വേദാധ്യയനം ചെയ്ത് കർമ്മങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നവനെ ഇതിങ്കൽ അധികാരമുള്ളൂ. ബ്രാഹ്മണന് സോമയാഗവും വേദാധ്യയനവും പുത്രോത്പാദനയും നിത്യമത്രേ. ജായമാനോ വൈ ബ്രാഹ്മണ ത്രിഭിർണവാജായതേ ബ്രഹ്മചര്യേണ ഋഷിഭ്യഃ യജ്ഞേന ദേവേഭ്യഃ പ്രജയാ പിതൃഭ്യഃ ഏഷ വാ അതൃണ. ബ്രാഹ്മണൻ 3 ഋണങ്ങളോട് കൂടിയിട്ട് ജനിക്കുന്നു. ബ്രഹ്മചര്യം കൊണ്ട് ഋഷി സംബന്ധിയായ ഋണത്തിൽ നിന്നും മുക്തനാകുന്നു. യജ്ഞം കൊണ്ട് ദേവസംബന്ധിയായതിൽ നിന്നും, പുത്രോത്പാദനം കൊണ്ട് പിതൃസംബന്ധിയായതിൽ നിന്നും, ഈ യജ്ഞശബ്ദം കൊണ്ട് സോമയാഗം വിവക്ഷിതമായത്. സ്വാധ്യായേന ഋഷീൻ പൂജ്യ സോമേന ച പുനന്തരം പ്രജയാ ച പിതॄൻ സർവാൻ പ്രജയാ ച പിതॄൻ പൂർവാൻ നിരണോതി വിമോദതേ എന്ന് സ്മൃതിയുമുണ്ട്. ഐന്ദ്രാഗ്നം പുനരുത്സൃഷ്ടമാലഭേതാ യ ആകൃതീയാത് പുരുഷാത് സോമന്ന വിവേൽ ആശ്വിനം ധൂമ്രലലാമമാലഭേതാ യോ ദുർബ്രാഹ്മണ സോമം പിപാസേൽ എന്ന് ശ്രുതിയുമുണ്ട്. ഇവിടെ ആതൃതീയാൽ എന്നിടത്ത് താൻ കൂടിയിട്ട് തൃതീയത്വമാകുന്നു. എന്നിട്ട് ഇരുവർക്ക് സോമവിച്ഛേദം വരുമ്പോൾ ഐന്ദ്രാഗ്നം പശു പ്രായശ്ചിത്തം, 3 പുരുഷന്മാർക്ക് വിച്ഛേദം വരുമ്പോൾ 4-ാമന് ദുർബ്രാഹ്മണത്വം വരും. അവിടെ ആശ്വിനം പശു കൂടി വേണം. ആകയാൽ നിത്യത്വം സിദ്ധമായി. പിന്നെ ജ്യോതിഷ്ടോമേന സ്വർഗകാമോ യജേത സർവേഭ്യഃ കാമേഭ്യോ ജ്യോതിഷ്ടോമ എന്നിങ്ങനെ ഫലസംയോഗം കേൾക്കൊണ്ട്
കാമ്യത്വവും ഉണ്ടല്ലോ. സ്വർഗകാമസോമേന യക്ഷ്യേ എന്ന് സ്വർഗത്തെ സങ്കല്പിച്ച് കാമ്യമായി ചെയ്തിട്ടു തന്നെ സകൃതനുഷ്ഠാനമായിട്ട് നിത്യവും കൂടെ കൃതമാകുമാറ് കൽപ്പിച്ചല്ലോ ആരംഭിച്ചത്. പിന്നെ കാമ്യഫലം സിദ്ധിക്കണമെങ്കിൽ ഉക്തപ്രകാരം തന്നെ പരിപൂർണാംഗമായിട്ടു ചെയ്തുകൊള്ളണം. പരിപൂർണാംഗമാകുവാൻ പ്രായശ്ചിത്തങ്ങളെയൊക്കെ വഴിപോലെ ചെയ്തുകൊള്ളുകയും കാലാതിപ്രധാന അംഗവൈകല്യത്തെ അത്യന്തം സൂക്ഷിച്ചുകൊള്ളുകയും പൂർണാധികാരന്മാരായുള്ള ഋത്വികാദികളെ പരിഗ്രഹിക്കുകയും താൻ തന്നെ കർമ്മജ്ഞാനാദികളെ ഉണ്ടാക്കുകയും വിശുദ്ധ ധനാദ്യ അഖില പദാർത്ഥങ്ങളെ സമ്പാദിച്ചുകൊള്ളുകയും വേണം താനും. ഒടുക്കത്തു ചെയ്യുന്ന പ്രായശ്ചിത്തങ്ങളെ കൊണ്ടു തന്നെ പരിപൂർണത വരികയില്ല. അജ്ഞത്വതാത്യൽപാദ്യ അപരാധങ്ങളെ പൂരിപ്പാനത്രേയല്ലോ അവയാകുന്നു. ഇവിടെ പറഞ്ഞ കാമ്യനിത്യങ്ങൾ ക്രതുപ്രകാരമെല്ലാം അഗ്നിഹോത്ര ദരിശപൂർണമാസങ്ങളിലും സമം താനും. യാവജ്ജീവം അഗ്നിഹോത്രം ജുഹോതി യാവജ്ജീവൻ ദരിശപൂർണമാസാഭ്യായജുതേ സർവേഭ്യഃ കാമേഭ്യോ ദരിശപൂർണമാസവും എന്നിങ്ങനെ ജീവനിമിത്തം കേൾക്കൊണ്ട് നിത്യത്വമുണ്ട്. യാവജ്ജീവം അഗ്നിഹോത്രം ജുഹോതി യാവജ്ജീവം ദരിശപൂർണമാസായജതേ എന്നിങ്ങനെ ജീവനിമിത്തം കേൾക്കൊണ്ട് നിത്യത്വമുണ്ട്. അഗ്നിഹോത്രം ജുഹുയാൽ സ്വർഗകാമ ദരിശപൂർണമാസാഭ്യാം സ്വർഗകാമോ യജേത സർവേഭ്യഃ കാമേഭ്യോ ദരിശപൂർണമാസൗ എന്നും കേൾക്കൊണ്ട് കാമ്യത്വമുണ്ട്. എന്നിട്ട് അവറ്റിന്റെ അനുഷ്ഠാനത്തിങ്കൽ ഈ വണ്ണം തന്നെ കണ്ടുകൊള്ളേണം. എങ്കിലും കുറഞ്ഞൊരു വിശേഷമുണ്ട് താനും. നിത്യം നിത്യാനി കുർവീത തഥൈവ അജസ്രികാണിച. നിത്യങ്ങൾ രണ്ടു വിധമുണ്ട്. അഗ്നിഷ്ടോമം നിത്യമായിട്ടും ആജസ്രികമായിട്ടുമുണ്ട്. അഗ്നിഹോത്ര ദരിശപൂർണമാസങ്ങൾ ആജസ്രികങ്ങളായിട്ടേ ഉള്ളൂ. സകൃതനുഷ്ഠാനം കൊണ്ട് മതിയാകുന്നവ നിത്യങ്ങളാകുന്നത്. പുനഃപുനരനുഷ്ഠാനം കൊണ്ട് അഭ്യാസയുക്തങ്ങളായുള്ളവ ആജസ്രികങ്ങളാകുന്നത്. ദരിശപൂർണമാസങ്ങൾക്ക് പിന്നെ വിശേഷമുണ്ട് താനും. അവറ്റിന് സർവകാമഫലത്വമുണ്ടാകയാൽ അന്നന്ന് കാംക്ഷയുള്ള പുത്രധനാദി ഫലത്തെ ഓരോരോ അനുഷ്ഠാനത്തിങ്കൽ സങ്കൽപ്പിച്ച് പരിപൂർണാംഗമായിട്ട് വിധിക്കുതക്കവണ്ണം ചെയ്തുകൊണ്ടാൽ ഈ ദരിശപൂർണമാസങ്ങളെ കൊണ്ട് തന്നെ എല്ലാ ഫലവും സാധിച്ചുകൊള്ളാം. കാമ്യകർമാന്തരങ്ങൾ വേണമെന്നില്ല. ഇവിടെ ദേവതകളെ ഉദ്ദേശിച്ച് ഹവിർദാനരൂപമായിരിക്കുന്ന ഈ യാഗത്തെ യഥോക്തമാം വണ്ണം അനുഷ്ഠിച്ചുകൊണ്ടാൽ കർത്തൃത്വത്തിങ്കൽ തന്നെ യജമാനന്റെ ആത്മാവിങ്കൽ പരമാപൂർണമെന്ന് ചൊല്ലുന്ന ഒരു അദൃഷ്ടമുണ്ടാകും. ഈ കർമാദൃഷ്ടം തന്നെ എത്രേ ഫലത്തെ ഉണ്ടാക്കുന്നത് എന്നൊരു പക്ഷം. ഇന്ദ്രാദിദേവതകൾ ഹവിർഭാഗത്തെ ഭുജിച്ച് പ്രസാദിച്ചിട്ട് ഫലത്തെ ദാനം ചെയ്യുന്നു എന്നൊരു പക്ഷം. തൃപ്ത ഏവൈനമിന്ദ്ര പ്രജയാ പശുഭിസ്തർപ്പയതി വായുമേവ സ്വേന ഭാഗധേയേനോപധാവതി സ ഏവൈനം ഭൂതിം ഗമയതി എന്ന് ശ്രുതിയുണ്ടല്ലോ. മദേ മദേഹിനോ ദദുര്യൂഥാഗവാമൃജുക്രതൂ. ഇന്ദ്രൻ സോമപാനം ചെയ്തു മതിക്കുമ്പോൾ നമുക്കായിക്കൊണ്ട് ഗോക്കളുടെ യൂഥങ്ങളെ ദാനം ചെയ്യുന്നു.
സർവവസ്തുക്കളുടെയും കർത്താവാകയാൽ ഈശ്വരനത്രേ ഫലത്തെ ദാനം ചെയ്യുന്നു എന്ന് മറ്റൊരു പക്ഷം. ഇവ മൂന്നും കൂടിയിട്ട് ഫലസിദ്ധിയാകുന്നു എന്ന് പരമാർത്ഥം. ഇവിടെ ദേവതകൾ ഹവിർഭാഗത്തെ ഭുജിച്ച് പ്രസാദിച്ച് അനുഗ്രഹിച്ചാൽ സർവദേവതകളിലെയും അന്തര്യാമിയായിരിക്കുന്ന ഈശ്വരൻ ഇവനായിക്കൊണ്ട് ഫലത്തെ ദാനം ചെയ്യും. അപ്രകാരമെല്ലാമുള്ള ഈ സോമയാഗത്തെ പ്രാപ്തി വരുമ്പോൾ തന്നെ ചെയ്തുകൊള്ളുക, ഇളയ്ക്കരുത് താനും. യാവനൊരുത്തൻ ധനാദികളുണ്ടായിരിക്കെ സോമയാഗത്തെ ചെയ്യായുന്നത് അവൻ ഇന്ദ്രനാൽ അനുസ്പഷ്ടനായി ചമയും. സോമാഹുതികളെ ചെയ്ത് സോമഭക്ഷണത്തെയും ചെയ്തു എങ്കിൽ സാധ്യമൊക്കെ സിദ്ധിക്കും. അപാമസോമാമൃതാഭൂമാദർസ്മദ്യോതിരവിധാമദേവാൻ കിമസ്മാൻ കൃണവദരാതി കിമുധൂർത്തിരമൃതമർത്യസ്യ. സോമപാനം ചെയ്യുകയാൽ അമൃതന്മാരെന്ന ദേവന്മാരായി ഭവിച്ചുവല്ലോ. ജ്യോതിർമയമായ സ്വർഗത്തെ ഗമിപ്പൂതും ചെയ്തുവല്ലോ. ദേവകളെയെല്ലാം അറിവൂതും ചെയ്തു. പിന്നെ നസരാജാവ്യഥതേയസ്മിന്നിന്ദ്രസ്തീവ്രം സോമം ബിഭതി ഗോസഖായം. യാതൊരു രാജാവിന്റെ രാജ്യത്ത് സോമത്തെ പാനം ചെയ്യുന്നു എങ്കിൽ ആ രാജാവിന്റെ കൂടെ ഭയവും സംക്ഷോഭവും ഉണ്ടാകയില്ല. ഇവിടെ സോമയാഗത്തെ ചെയ്യുമാറെന്ന് പറഞ്ഞാൽ കൂടെ ഫലമുണ്ട്. ചെയ്യുന്നവന് എന്തു പിന്നെ? ഇത്രയെല്ലാം ഉത്കൃഷ്ടമായിരിപ്പോന്ന് ഈ സോമയാഗം. ഇതിങ്കലേക്ക് ദീക്ഷാഖ്യമാകുന്ന സംസ്കാരത്തെ പ്രാപിച്ച് കർത്തവ്യങ്ങളായിരിക്കുന്ന യമനിയമങ്ങളിൽ ഉദ്യുക്തനായി ചമഞ്ഞു ഭവാനിപ്പോൾ എന്ന് ദീക്ഷിതോസി എന്നതുകൊണ്ട് ചൊല്ലിയത്. ഈ വണ്ണം സാവധാനത ഉണ്ടാക്കിയിട്ട് പിന്നെ ദീക്ഷിതന് കർത്തവ്യങ്ങളായിരിക്കുന്നവറ്റെയൊക്കെ അനുശാസിക്കാൻ തുടങ്ങുന്നിടത്ത് നടേ പ്രധാനമായ ദീക്ഷിതവാദത്തെ അനുശാസിക്കുന്നു. ദീക്ഷിതവാദം വദ എന്നതുകൊണ്ട് അജ്ഞാതജ്ഞാപനം വിധിയാകുന്നത്, ജ്ഞാതമായിരിക്കുന്നവറ്റെ സ്മരിപ്പിക്ക പ്രേരണമാകുന്നത്. ആകയാൽ വേദാധ്യയനം ചെയ്ത് കർമ്മങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്ന ഭവാനോട് ഇപ്പോൾ അനുഷ്ഠാനത്തിനായിക്കൊണ്ട് സ്മരിപ്പിക്കുക മാത്രം ചെയ്യുന്നത്. സത്യമേവ വദ, സത്യത്തെ തന്നെ വധിക്കണം. ഋതം വാവദീക്ഷ സത്യം വാവദീക്ഷ തസ്മാത് ദീക്ഷിതേന സത്യമേവ വദിതവ്യം. യഥാർത്ഥമായ പരപീഡാവിവർജിതമായ വചനം സത്യമാകുന്നത്. ദൃഷ്ടം ശ്രുതം സ്വാനുമാനം സ്വാനുഭൂതം യഥാർത്ഥത കഥനം സത്യമിത്യാഹു പരപീഡാവിവർജിതം എന്നുണ്ടല്ലോ. പിന്നെ ചിലയിടത്ത് അമൃതവചനം പുരുഷന് വിധിച്ചിട്ടുള്ളതിനെയും ഇവിടെ വർജിക്കണമെന്ന് മാനൃതം എന്നതുകൊണ്ട് ചൊല്ലിയത്. അമൃതം മാവത, അമൃതത്തെ ഒട്ടും വധിക്കരുത്. ശൂദ്രവിൽക്ഷത്രവിപ്രാണാം യത്രോക്തവദ്ഭവേദ്വധ തത്ര വക്തവ്യമനൃതം തദ്ധി സത്യാദ്വിശിഷ്യതേ എന്നുണ്ടാകയാൽ സത്യം ഉക്തമായാൽ 4 വർണ്ണങ്ങളിൽ ഒരുത്തന് വധം പ്രാപിക്കുന്നു എങ്കിൽ അവിടെ അമൃതത്തെ പറകെ ആവൂ എന്നുണ്ട്. പിന്നെ യസ്യോക്താവാത്മനഃ പീഡാ നിതാന്തം ഭവതീതി ചേൽ തത്ര വക്തവ്യമനൃതം
വ്യാഘ്രസ്യ വചനം യഥാ എന്നുണ്ടാകയാൽ തനിക്ക് അത്യന്തം പ്രാണപീഡ വരുന്നിടത്ത് അനൃതത്തെ പറയാമെന്നുണ്ട്. അവറ്റെയും ഈ ദീക്ഷ കഴിവോളം ചെയ്യരുത്. പിന്നെ ദീക്ഷിതവാദമെന്ന സംസ്കൃത വാക്ക് ഈ ക്രതുമധ്യത്തിങ്കൽ ദീക്ഷിതവാദത്തെ വധിക്കയേ ആവൂ. സംസ്കൃത ശബ്ദങ്ങളെ കൊണ്ട് പറയുകയേ ആവൂ. ഭാഷാദ്യ അപശബ്ദങ്ങളെ കൊണ്ട് പറയരുത്. സത്യം രണ്ടു പ്രകാരമല്ലോ, അർത്ഥസത്യവും ശബ്ദസത്യവും. ഇതിൽ ശബ്ദമാകുന്നത് സംസ്കൃത ശബ്ദമെന്നു താല്പര്യം. ആകയാൽ സത്യമേവ വദ എന്നതുകൊണ്ട് സംസ്കൃതത്തെ തന്നെ പറയണം എന്നു സിദ്ധമായി. പിന്നെ മാനൃതം എന്നതുകൊണ്ട് ഈ ദീക്ഷ കഴിവോളം അനൃതത്തെ പറഞ്ഞാൽ പ്രായശ്ചിത്തവുമുണ്ട്. ദീക്ഷിതശ്ചേതനൃതം വദേതി മമ്മേ വരുണതത്വായാമി ത്വന്നോ അഗ്നേ സത്വന്നോ അഗ്ന ഇതി ചതസ്രോ വാരുണീർജമേൽ എന്ന് വിധിയുമുണ്ട്. ഇനി അനൃതത്തെ നിഷേധിച്ച് പ്രസംഗത്താൽ വർജനീയങ്ങളെ അനുശാസിക്കുന്നു. സ്മയനത്തെ ചെയ്യരുത്. കണ്ടൂയനമെന്ന് ചെറുകുക, അത് ചെയ്യരുത്. അപാവരണത്തെ ചെയ്യരുത്. സോമക്രയത്തിനു മുൻപിൽ ഉഷ്ണീഷരഹിതനായി ഭവിക്കരുത്. പുരാ സോമസ്യ ക്രയാദപോർവീതാ എന്ന് ശ്രുതിയുണ്ടല്ലോ. നക്ഷത്രോദയത്തിന് മുൻപിൽ വാഗ്വിസർഗം ചെയ്യരുത്. നക്ഷത്രേഭ്യോ വാചം വിസൃജേൽ. പിന്നെ സ്മയനകണ്ടൂയനങ്ങളെ വർജിച്ചുകൂടായകയാൽ നിയമഭേദമുണ്ട്. പ്രഹാസവചനാദി കേട്ട് ചിരിച്ചു പോകുന്നു എങ്കിൽ പരന്മാര് ദന്തങ്ങളെ കാണാത്ത വിധം കരതലം കൊണ്ട് മറച്ചുകൊണ്ട് ചിരിച്ചുകൊള്ളൂ. യതി കണ്ടൂയാസൈ കൃഷ്ണവിഷാണയാ കണ്ടൂയാസൈ. ഔവണ്ണം കണ്ടൂയനം ചെയ്തേ കഴിവൂ എങ്കിൽ കൃഷ്ണവിഷാണ കൊണ്ട് രുധിരം പുറപ്പെടാതെ ചൊറിഞ്ഞുകൊള്ളൂ. അപ്രകാരമല്ലാതെ സ്മയന കണ്ടൂയനങ്ങളെ ചെയ്യിൽ പ്രജകൾക്ക് നഗ്നതയും ഭയവും ഉണ്ടാകും. യദ്ഹസ്തേന കണ്ടൂയേതാ പാമനം ഭാവുകാ പ്രജാസ്യു. യസ്മയേത നഗ്നം ഭാവുകാ കൃഷ്ണവിഷാണയാ കണ്ടൂയതേ അഭിഗൃഹ്യ സ്മയതേ പ്രജാനാംഗോപിധായ എന്ന് ശ്രുതിയുണ്ടല്ലോ. യതി വാചം വിസൃജേർവൈഷ്ണവീ വൃചമനുദ്രവതാൻ. നക്ഷത്രോദയത്തിനു മുമ്പേ താൻ ദീക്ഷിതവാചയ്യച്ഛ വൃത്യവാചയ്യച്ഛ യജമാനവാചയ്യച്ഛ എന്നെല്ലാം ഉള്ളയിടത്തു താൻ വാഗ്വിസർഗത്തെ ചെയ്യിൽ വിഷ്ണോ ത്വന്നോ അന്തമാ എന്നറിക്കു ജപിപ്പൂ. മാത്വാന്യത്ര ദീക്ഷിത വിമിതമെന്ന് സ്വായതനം അതിങ്കൽ നിന്ന് അന്യത്ര ഭവിച്ചിരിക്കുന്ന ഭവാനെ കുറിച്ച് ആദിത്യൻ അഭ്യുദിക്കയും
അഭിനിമ്രോചിക്ക അസ്തമിക്കുക. അതായത് ഉദയാസ്തമനങ്ങളിൽ സ്വായതനത്തു തന്നെ ഭവിക്കണമെന്നു താല്പര്യം. ദേവയജനാദന്യത്ര അഭ്യുദിതോഭിനിമൃപ്തോ വാ സൂര്യോ മാ ദേവോ ദേവേഭ്യഃ പാത്വിത്യേതാമൃതഞ്ജപേൽ എന്ന് പ്രായശ്ചിത്ത വിധിയുമുണ്ട്. യാനി ദേവതാനാമാനി യഥാഖ്യാതം താന്യാചക്ഷ്വാ. നാരായണ, പരമേശ്വര, ദാമോദര ഇത്യാദി ദേവതാനാമങ്ങളെ ഉച്ചരിക്കുന്നിടത്ത് യഥാഖ്യമാം വണ്ണം പറകയേ വേണ്ടൂ. അഥയാന്യദേവതാനാമാനി യഥാഖ്യാതം താന്യാചക്ഷാണ ഉപരിഷ്ടാദ്വിചക്ഷണം ധേഹി. അദേവതാനാമങ്ങളെ ഉച്ചരിക്കുമ്പോൾ വിചക്ഷണപദത്തോടുകൂടി പറയണം. ഭവദാസോ വിചക്ഷണ, ഭവത്രാദോ വിചക്ഷണ എന്നിങ്ങനെ. ചനസിതവതീം വിചക്ഷണവതീം വാചം വദ. വാക്യങ്ങളെ പറയുമ്പോൾ ചനസിത എന്നു ചൊല്ലി പറയേണ്ടതെല്ലാം പറഞ്ഞ് ഒടുക്കത്ത് വിചക്ഷണപദത്തെ കൂടി പറയണം. ഇടയിൽ അദേവതാനാമം വരുമ്പോൾ അവിടെയും വിചക്ഷണപദത്തെ കൂട്ടേണം. അതിഥി സംഭാഷണേ പ്രാപ്തേ ചനസിതേത്യുക്ത്വാ തൈഃ സഹ സംഭാഷണം കൃത്വാ വിചക്ഷണേതി ബ്രൂയാൽ എന്ന് പ്രയോഗവൃത്തി. സാംഗമായിരിക്കുന്ന കൃഷ്ണാജിനത്തിങ്കൽ നിന്ന് വേർപെടരുത്. ഉന്മുച്യ കൃഷ്ണാജിനമവഭൃതമഭ്യവൈതി എന്നു കേൾക്കൊണ്ട് അവഭൃതത്തോളം കൃഷ്ണാജിനത്തിങ്കൽ നിന്നും വേർപെടരുത്. മൈത്രാവരുണായ ദണ്ഡം പ്രയച്ഛ എന്നു കേട്ടാൽ മൈത്രാവരുണനായിക്കൊണ്ട് ദണ്ഡുകൊടുപ്പോളം ദണ്ഡത്തിൽ നിന്നും വേർപെടരുത്. ഇവിടുത്തെ ചകാരം കൊണ്ട് അനുക്തങ്ങളായ മറ്റു ദീക്ഷിത ധർമ്മങ്ങളും കൂടെ ഉക്തങ്ങളായി. അതായത് സോമേന ദീക്ഷിതോ നദ്യാന്ന ജുഹുയാന്ന പചേന്ന ജപേദാദിത ഏവ വിഭജേൽ എന്നെല്ലാം ഉണ്ടല്ലോ. അവയും കൂടെ ഉക്തമായി. ഇപ്പോൾ ദീക്ഷിത ഇപ്പോൾ ദീക്ഷിതനായിരിക്കുന്ന ഭവാൻ ഇവിടെ വിഹിതങ്ങളായവറ്റെയൊക്കെ സാവധാനതയോടെ അനുഷ്ഠിച്ച് വർജനീയങ്ങളായവറ്റെയൊക്കെ വർജിക്കണമെന്ന് ഇതുകൊണ്ട് ചൊല്ലിയത്.